നിങ്ങൾക്ക് ഈ സീൻ അഭിനയിക്കുകയെങ്കിൽ മാത്രമേ ഈ പടത്തിൽ അഭിനയിച്ചാൽ മതി എന്ന് പറയുന്ന അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. കാരണം അത് കഥയെ തന്നെ, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ കണ്ട കഥയെ ടോട്ടലി മാറ്റുന്ന രീതിയിലേക്ക് ആ ഹീറോ പറയുമ്പം നമുക്ക് അയാൾ പറയണ സെൻസിബിൾ അല്ല എന്ന് നമുക്ക് 100% ഉറപ്പുള്ള കാര്യങ്ങൾ. ഞാനപ്പം ഒരു ഇതേപോലെ ഒരു സാധനം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക എൻ്റെ ഒരു കണക്ഷനായിട്ട്. അപ്പോൾ എല്ലാ ലൈറ്റപ്പ് ഒക്കെ റെഡി ആയി. അപ്പം ഞാൻ പൃഥ്വി അത്രയല്ലേ ഉള്ളൂ, അതൊന്നും എടുത്തേക്ക് എന്ന് പറഞ്ഞ് പൃഥ്വിയാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്. ദിലീപേട്ട എന്തെങ്കിലും ഈ സിനിമ നടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് ദിലീപേട്ടൻ്റെ കാല് പിടിച്ചാൽ ഞാൻ ഡേറ്റ് വാങ്ങിച്ചു. ഞാൻ പിന്നെ ദിലീപേട്ടൻ്റെ അടുത്ത് ഈ സിനിമ ഷൂട്ട് കിടന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ദിലീപേട്ട കാല് പിടിച്ച് വാങ്ങിച്ച ഡേറ്റാണ്. വിൻ്റർ എന്നും എൻ്റെ ഓർമ്മകളിൽ ഇന്നും ഓർമ്മകളിൽ ഭയങ്കരമായിട്ട് എന്താ പറയാനായിട്ട് ഹോണ്ട് ചെയ്യുന്ന ഒരു യൂണിറ്റും ഒരു സ്പേസും. ഞാൻ വീണ്ടും രാമോജിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എൻ്റെ ഏറ്റവും എന്താ പറയുക, എനിക്ക് ഏറ്റവും പോകാൻ ആഗ്രഹമുള്ളത് ആ ലൊക്കേഷനിൽ പോയി വീണ്ടും നിന്ന് ഫോട്ടോ എടുക്കുക. ഞാൻ എപ്പോഴും ഈ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് രാമോജി പോയിട്ട് ആ ലൊക്കേഷനിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് 15 വർഷത്തെ സെലിബ്രേറ്റിംഗ് 15 years ഓഫ് വിൻ്റർ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങൾ എങ്ങനെയൊക്കെ ഷെയർ ചെയ്യണമെന്ന് എനിക്കറിയാം. ഏത് അനുഭവമാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക എന്ന് പോലും അറിയത്തില്ല. പക്ഷേ എന്നെ പേഴ്സണലി സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട് സിനിമയിൽ. ഈ സ്വാഭാവികമായിട്ട് ആദ്യ പടം എന്ന രീതിയിൽ സംവിധായകൻ്റെ സ്വപ്നങ്ങളാണ് ഇതിങ്ങനെ ആയിരിക്കണം എൻ്റെ ഷോട്ട്, അല്ലെങ്കിൽ ആ നടനെ വെച്ച് ഇങ്ങനെ ചെയ്യിപ്പിക്കണം. മാത്രമല്ല അതുവരെ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നത് ജയറാമിനെ വെച്ച് അത്ര ഒരു പ്രേതപ്പടം ചെയ്യിപ്പിക്കുന്ന വെല്ലുവിളി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ തന്നെ മാറ്റമാണ്. അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടിയതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു സീൻ പറയാൻ പറ്റുമോ? എടുത്തു അതിലൊരു രസകരമായ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂലുണ്ട എന്ന് പറയുന്ന വിജീഷ് ചെയ്തൊരു കഥാപാത്രമുണ്ട്. വിജീഷ് ഇവർ രണ്ടുപേരും എല്ലാവരും കൂടെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ജയറാമേട്ട ഇവിടെ മാറി ഇവരെ അന്വേഷിച്ച് നിൽക്കുകയായിരുന്നു. ഇവർ വന്ന് അറിഞ്ഞില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് വിജീഷിനെ കണ്ടു. ഇവർ വീട്ടിനകത്തോട്ട് കയറുമ്പോൾ ഒരൊറ്റ ഷോട്ടിലൊരു സീനുണ്ട്. ആ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം ഞാൻ എഴുതി ഇങ്ങനെയാണ്. വിളിച്ചിട്ട് പറയും, അതെ പെട്ടെന്ന് വന്നാൽ ദോശ കഴിക്കാൻ തോന്നി, ഇവൻ അങ്ങോട്ട് നടന്നു പോകുന്നു. അപ്പോൾ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ദോശ കഴിപ്പിക്കാൻ നീ ആരും എൻ്റെ ഭാര്യ എന്ന് ചോദിക്കുന്നൊരു സാധനമുണ്ട്. ഇത് ജയറാമേട്ട പറഞ്ഞ ദീപു അത് അങ്ങനെ പോരാ, ഒരു കാര്യം നമുക്ക് കുറച്ചൊന്ന് ഹ്യൂമർ ആക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഒരു സാധനം അതിനകത്ത് എഴുതി. അത് ഭയങ്കര ഹിലേരിയസ് ആയിരുന്നു. ആ സീൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മനസ്സിലായില്ലേ? അതെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഒരൊറ്റ ഫ്രെയിമിൽ നിർത്തിയിട്ട് ഒരു ഹ്യൂമർ പുള്ളിക്കാരൻ, ഒരു സ്റ്റേജ് പ്ലേ പോലത്തെ ഒരു സാധനം പുള്ളിക്കാരൻ ചെയ്ത് അവസാനം അവർ തമ്മിൽ സംസാരിച്ച് ഈ എന്താ പറയാനായിട്ട് ശരിക്കും പറഞ്ഞ ഒരു ലൈംഗിക ചൊവ്വയുള്ളൊരു സാധനം ജയറാമേട്ടയിൽ വന്നു എന്ന് അവൻ കുറ്റപ്പെടുത്തി അത് വരുന്ന ഭാവനയെ കൺവിൻസ് ചെയ്ത് അങ്ങനെ ഒരു സീനാക്കിയത് എടുത്ത് ഒറ്റ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു സംഭവമുണ്ട്. ഒരു ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ, അത് ക്രേസി ഗോപാലിന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഗുണം ചെയ്തു. അതാണ് ജയറാമേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയാനായിട്ട്. അല്ല, അങ്ങനെ നടന്മാരുടെ ഭാഗത്ത് കോൺട്രിബ്യൂഷൻ അംഗീകരിക്കുന്ന സംവിധാനം കൂടിയാണ് അല്ലേ? 100% ഈഗോ ഒന്നും വർക്കൗട്ട് ചെയ്തില്ല. അല്ല, ഇതൊരു ക്രിയേറ്റീവ് പ്രോസസ് അല്ലേ? ഇപ്പം ഞാൻ പറയണ ചില സമയത്ത് ഇഷ്ടപ്പെടുന്നത് അത് മതി എന്ന് പറയുന്ന അല്ല, ഒന്ന് നമ്മൾ രണ്ടുപേരും കൂടെ മിങ്കിൾ ചെയ്ത് ചെയ്യുന്ന കുറേ ഒരു പ്രോസസ്സുണ്ട്. അതിനപ്പുറത്തേക്ക് സംവിധായകർ ഒരു ധ്രുവത്തിലും ഹീറോ ഒരു ധ്രുവത്തിലാണെങ്കിൽ അതൊരിക്കലും വർക്ക് ചെയ്യരുത്. അങ്ങനെയും ഞാൻ അനുഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. വേറെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ സീൻ അഭിനയിക്കുകയെങ്കിൽ മാത്രമേ ഈ പടത്തിൽ അഭിനയിച്ചാൽ മതി എന്ന് പറയുന്ന അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. കാരണം അത് കഥയെ തന്നെ, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ കണ്ട കഥയെ ടോട്ടലി മാറ്റുന്ന രീതിയിലേക്ക് ആ ഹീറോ പറയുമ്പം നമുക്ക് അയാൾ പറയണ സെൻസിബിൾ അല്ല എന്ന് നമുക്ക് 100% ഉറപ്പുള്ള കാര്യങ്ങൾ. അങ്ങനെ പറയുകയാണെങ്കിൽ ദിലീപേട്ടനായിട്ടും പൃഥ്വിയായിട്ടും ഞാൻ തേജാബൽ ഒരു സീൻ എന്തോ പറയുമ്പോൾ ഞാൻ പൃഥ്വി ഈ സീൻ ഒന്ന് എടുക്കൂ എന്ന് പറഞ്ഞ് പൃഥ്വി ഡയറക്റ്റ് ചെയ്ത സീൻ തേജാബായിക്കത്തുണ്ട്. അങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞത് പൃഥ്വി, ഞാനപ്പം ഒരു ഇതേപോലെ ഒരു സാധനം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക എൻ്റെ ഒരു കണക്ഷനായിട്ട്. അപ്പോൾ എല്ലാ ലൈറ്റപ്പ് ഒക്കെ റെഡി ആയി. അപ്പം ഞാൻ പൃഥ്വി അത്രയല്ലേ ഉള്ളൂ, അതൊന്നും എടുത്തേക്ക് എന്ന് പറഞ്ഞ് പൃഥ്വിയാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്. അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ഒരു കൂട്ടായ്മയാണ്. അതിൽ ഞാൻ ഭയങ്കരധികം സന്തോഷം കാണുന്ന ഒരാളാണ്. അത് ഭയങ്കര ആവശ്യമില്ല ആ കോൺട്രിബ്യൂഷൻ. ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ ചെയ്ത മിസ്റ്റർ ആൻഡ് മിസ് ബാച്ചിലർ എന്ന് പറയുന്ന സിനിമയിൽ 19 വയസ്സുകാരിയായ അനശ്വര രാജൻ പറഞ്ഞ ഒരു തോട്ട്, അത് ഭയങ്കരമായിട്ട് സ്വീകാര്യമായിട്ട് നമ്മൾ എന്നോട് ചോദിച്ചു, സാറേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കില്ല ബെറ്റർ, കറക്റ്റ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ മീറ്റർ ആ കുട്ടി പറഞ്ഞ മീറ്ററാണ്. അപ്പം നമ്മൾ തമ്മിലുള്ള ഏജ് ഗ്യാപ്പോ എക്സ്പീരിയൻസോ ഒന്നുമല്ല, ആ പറഞ്ഞത് കറക്റ്റാണെന്ന് നമുക്ക് തോന്നുന്ന സ്ഥലത്ത് അത് കറക്റ്റായിട്ട് മുന്നോട്ട് പോകും. ഈ രണ്ടാമത്തെ പടത്തിലേക്ക് വരാം, നമുക്ക് അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പടം നല്ല സീരിയസ് പ്രേതപ്പടം, രണ്ടാമത്തെ ഫുൾ ഹ്യൂമർ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ദിലീപ് അത്രയും വലിയ സ്റ്റാറിൻ്റെ മനസ്സിലുള്ള ചിന്തയായിരിക്കും. ആദ്യത്തെ പടമോ പുറത്തു വന്നില്ല, രണ്ടാമത്തെ പടത്തിൽ ഞങ്ങൾക്ക് കൊടുത്ത് എൻ്റെ ജീവിതം നശിപ്പിക്കണം എന്നുള്ള ചിന്ത ഒരു പക്ഷേ നടൻ അലട്ടിട്ടുണ്ടാവുമോ? അല്ല, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത്. സൂപ്പർ സ്റ്റാർ എലമെൻ്റ് എന്നുണ്ട്. പുള്ളിക്കാരൻ കോൺഫിഡൻസ് ഉണ്ട്, പുള്ളിക്കാരൻ അറിയാം ഇത് എവിടെ എത്തിക്കണം എന്നുള്ളത്, മനസ്സിലല്ലേ? അത് ഒരു ഡയറക്ടറിനെ പുള്ളിക്കാരൻ ഫസ്റ്റ് ടൈം കാണുമ്പോഴും അയാളുടെ സംസാരിക്കുമ്പോഴും പുള്ളിക്കാരൻ ഇത് കറക്റ്റായിട്ട് വൈബ് കറക്റ്റായിട്ട് കിട്ടും.
ആ വൈബ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നടന്നിരിക്കുകയും ചെയ്യും, സക്സസ് ആവും. അതാ പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസ്. അല്ലാതെ ഗംഭീര കഥയായിരുന്നു, അത് നല്ല എഴുത്ത്, ഹ്യൂമർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ തമ്മിൽ കെമിസ്ട്രി എങ്ങനെയാണ്? ദിലീപും ഭയങ്കര നല്ല കെമിസ്ട്രി. അതായത് ദിലീപേട്ടൻ പലപ്പോഴും എൻ്റെ അടുത്ത് ഭയന്നിട്ട്, ആ സമയത്ത് ദിലീപേട്ടന് ഭയങ്കരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. ഈ എന്താ പറയണ എല്ലാം ചളം കോമഡിയാണ് ദിലീപ് ചെയ്യുന്നത്. അപ്പോൾ ദിലീപേട്ട് ഡയറക്ടർമാരുടെ കാര്യത്തിൽ ഇടപെടുന്നു. അപ്പോൾ ദിലീപേട്ടൻ ഭയങ്കര സൂക്ഷിച്ചാൽ നമ്മളടുത്ത് ആദ്യം സംസാരിച്ചത്, എടാ നമുക്ക് ഇക്കൊക്കെ ഹ്യൂമർ പോകും, ഇത്രയ്ക്ക് ഹ്യൂമർ. പക്ഷേ പുള്ളിക്കാരൻ ഉള്ളിൽ ഇത് ഭയങ്കര ലൗഡാക്കണം താല്പര്യമുണ്ട്. അപ്പം ഞാനാണ് പല കാര്യങ്ങളും ഞാൻ ദിലീപേട്ടൻ നമുക്ക് ഇങ്ങനെ ലൗഡാക്കിയില്ല, നീ ഉറപ്പിച്ച് പറഞ്ഞാണോ? ഞാൻ ഉറപ്പിച്ചു. പിന്നെ പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്ന് കൂടെ ഒരു ഫുള്ളൊരു ഇത് വരും, മനസ്സിലായില്ല? അപ്പോഴത്തേക്കും ഒരു പ്രോപ്പർ ഒരു ലൗഡ് ഹ്യൂമറും സിനിമയായി. അതൊക്കെ പാഠങ്ങളാണ് നമ്മൾ പലയിടത്തുനിന്നും പഠിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പ്രത്യേകിച്ച് ഹ്യൂമർ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ കുറേ കോൺട്രിബ്യൂഷൻസ് വേണം, അല്ലാതെ ഹ്യൂമറിനൊന്നും വർക്കൗട്ട് ആകത്തില്ല. അതെങ്ങനെയാണ് ആ ത്രെഡ് കിട്ടി? കട്ടള ഗോപാല എന്നുള്ള ത്രെഡ് എങ്ങനെയാണ്? അല്ല, ആക്ച്വലി ആദ്യം കഥ ഉണ്ടായിരുന്നു, അപ്പോൾ ഈ കട്ടള ഗോപാലനില്ല. കട്ടള ഗോപാലൻ എൻ്റെ ഒരു സുഹൃത്ത്. ഞാൻ ഈ കഥ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട്, പുള്ളിക്കാരൻ്റെ പേര് സജിത്ത് എന്നാണ്, അഡ്വക്കേറ്റാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ നമ്മുടെ ഈ യാത്രക്കിടയിലും നമ്മുടെ ഈ കഥ ഡിസ്കസ് ചെയ്യുന്നതിനിടയിൽ പുള്ളിക്കാരൻ്റെ ഗ്രാമത്തിൽ നടന്നൊരു കഥയാണ് പറഞ്ഞത്. ഒരാളൊന്ന് കട്ടള മോട്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അതാണ് പിന്നെ കട്ടള ഗോപാലനായത്. അത് ആ ഒരു സംഭവം പുള്ളിക്കാരൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒറ്റയ്ക്കിരുന്ന് എഴുതുന്നതിനപ്പുറത്ത് ത്രെഡ് കിട്ടിയപ്പോൾ ഓക്കെ കഥയായി. ആ കഥ തന്നെ 3 പ്രാവശ്യം മാറ്റി എഴുതി. ഒരു കള്ളൻ, ഒരു ഹൈടെക് കള്ളൻ. അന്നേരം ദിലീപാണ് മനസ്സിലുള്ളത്? ദിലീപ് ആക്ച്വലി അന്ന് എനിക്ക് തോന്നുന്നു പൃഥ്വിയായിരുന്നു മനസ്സിലായി. കാരണം അന്നൊരു ഹൈടെക് കള്ളൻ്റെ ഒരു സിനിമ മാത്രമായിരുന്നു. പക്ഷെ ഇത് ദിലീപിലേക്ക് എത്തണം എന്നുള്ളൊരു പോയിന്റ് എൻ്റെ മനസ്സിൽ എപ്പോഴും വന്നു. കാരണം ദിലീപേട്ടനാണ് കമേഴ്ഷ്യലി ഒരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നുള്ളൊരു സംഭവം വന്നപ്പോൾ അത് ഹ്യൂമർ വന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഹ്യൂമറസ് ആയിട്ട് ആ കഥ ചിന്തിച്ചു തുടങ്ങി. ഞാൻ ജീവിതത്തിൽ ഹ്യൂമർ ചെയ്തിട്ടില്ല, വെല്ലുവിളിയാണ്. അതെ, അപ്പം ഹ്യൂമർ എഴുതാം എന്നുള്ളൊരു വലിയൊരു ഒരു നമുക്ക് പറയില്ലേ, വീണ്ടും ഒരു ഇൻസ്പിറേഷനാണ്. എങ്ങനെയാണെങ്കിൽ ഹ്യൂമർ ഒന്ന് ട്രൈ ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമർ എഴുതിയത്. അതിൻ്റെ ആദ്യത്തെ സ്പേസ് വർക്കൗട്ടായില്ല, രണ്ടാമത്തെ സ്പേസ് വർക്കൗട്ടായില്ല. അപ്പോൾ ദിലീപേട്ടനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, വളരെ നല്ലൊരു അനുഭവം ഉള്ളതെന്ന് പറയുന്നത്, ഞാനൊരു ആഡ് ഫിലിം ഷൂട്ട് ചെയ്തിട്ട് പ്രിയദർശൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ 4 ഫ്രെയിംസിൽ നിന്ന് ഇറങ്ങിയപ്പം അന്ന് ദിലീപേട്ടൻ ഓഫ് സ്റ്റുഡിയോയിലുണ്ട്. അപ്പോൾ ദിലീപേട്ടൻ ഞാൻ പല കാര്യങ്ങളും, അപ്പോൾ വിൻ്ററൊന്നും ഇറങ്ങിയിട്ടില്ല, വിൻ്ററിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു, അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം കേട്ടുമെന്ന് ദിലീപേട്ടൻ പറഞ്ഞു. അന്ന് ഫ്ലൈറ്റിൽ കയറാനായിട്ട്, ഇതാണ് ഞാൻ പറയുന്നത് ടേണിംഗ് പോയിന്റ് ലൈഫിൽ. വീണ്ടും വിൻ്ററിൻ്റെ 15 മിനിറ്റ് പോലും ഒരു സംഭവമാണ്. ഞാൻ ആ ഫ്ലൈറ്റിൽ പോയപ്പോൾ അന്ന് ദിലീപേട്ടൻ അതേ സെയിം ഫ്ലൈറ്റിൽ കൊച്ചിനിലോട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തു. ദിലീപേട്ടൻ വന്നപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു, എടാ നീ ഏതാ? ഞാൻ ഈ സീറ്റാണ്, നമുക്ക് ഒരുമിച്ച് കയറാമെന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് അന്ന് ചെക്ക് ഇൻ ചെയ്തിട്ടാണല്ലോ ഈ ബോർഡിംഗ് പാസ് കിട്ടുന്നത്. അപ്പോൾ ഒരുമിച്ച് കൊണ്ടുകൊടുത്ത് അടുത്തടുത്ത സീറ്റ് നമുക്ക് കിട്ടി. നമ്മൾ രണ്ടുപേരും കൂടെ ഫ്ലൈറ്റിൽ കയറി ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ദിലീപേട്ട എന്താ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യാത്തതെന്ന് വെച്ചാൽ, എടാ ആരും കൊണ്ടുവരുന്നില്ല, ദിലീപേട്ട എൻ്റെ അങ്ങനത്തെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞ് 10 മിനിറ്റിന് താഴെ പറഞ്ഞ കഥയാണ് ക്രേസി ഗോപാലൻ. ഒരു നാട്ടിലുള്ളൊരു കള്ളൻ പട്ടണത്തിൽ വന്നിട്ട് ഹൈടെക് കള്ളനായി മാറുന്നു. ഇതാണ് അന്ന് പറയത്തോട്ടെ. എടാ രസമുണ്ട്. അപ്പോൾ ദിലീപേട്ടൻ എടുക്കുന്നത് എന്താടാ അവൻ്റെ ഞാൻ ക്യാരക്ടറിൻ്റെ പേര് ഗോപാലൻ എന്നാണ്. അപ്പം അയാൾ നാട്ടിൽ വരുമ്പോൾ ജിയോ പാൽ എന്ന് അയാളുടെ പേര് മാറ്റണം. പുള്ളിക്കാരെ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദിലീപേട്ട ഇത് നീ എഴുതടാ, എഴുതിയിട്ട് നമുക്ക് കാര്യമായിട്ട് നോക്കാം, നീ എപ്പോഴെന്ന് വെച്ചാൽ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ദിലീപേട്ടനെ വിളിച്ചാൽ കിട്ടുമോ? പിന്നല്ലാതെ നീ എപ്പോഴെന്ന് വിളിക്കും. ആ കഥ ഏകദേശം ഒരു ഹീറോ ആയിട്ടാണ് ലോക്കാവുന്ന ആ നിമിഷം. അന്ന് ഒരു സംഭവം കൂടെ നടന്നു. അപ്പോൾ മിഡ് എയറിലാണ് പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ദിലീപിൻ്റെ കാല് ഭയങ്കരമായിട്ട് ഇങ്ങനെ കയറി മസിൽ പിടിച്ചു, ഇങ്ങനെ ഉരുണ്ട് കയറി എന്നുള്ളത്. പുള്ളിക്കാരൻ പെയിന് കൊണ്ട് അങ്ങ് വിളിക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എയർ ഹോസ്റ്റസിനെ വിളിച്ചിട്ട് എൻ്റെ എന്താ പറയുക, എൻ്റെ ആ സ്പ്രേ മസിൽ റിലാക്സിങ് സ്പ്രേ കഴിച്ചു. പുള്ളിക്കാരൻ്റെ കാലൊന്ന് സ്ട്രെച്ച് ചെയ്തു. പെട്ടെന്ന് അവനെ ഓക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ സൈഡിൽ വന്ന് നിർത്തിച്ചു, ദിലീപേട്ട എന്തെങ്കിലും ഈ സിനിമ നടക്കണമെങ്കിൽ ഞാൻ പറയാം, ദിലീപേട്ടൻ്റെ കാല് പിടിച്ചാൽ ഞാൻ ഡേറ്റ് വാങ്ങിച്ചു. ഞാൻ പിന്നെ ദിലീപേട്ടൻ്റെ അടുത്ത് ഈ സിനിമ ഷൂട്ട് കിടന്ന സമയത്ത് ഞാൻ പറയും, ദിലീപേട്ട കാല് പിടിച്ച് വാങ്ങിച്ച ഡേറ്റാണ് എന്ന് പറയും. ഞാൻ പറഞ്ഞ എഗെയിൻ ചെന്നൈ കൊച്ചിൻ ഫ്ലൈറ്റിൽ 1 മണിക്കൂറിൽ നടക്കുന്ന സിനിമയാണ്, അല്ലെങ്കിൽ സംഭവിച്ചൊരു ടേണിംഗ് പോയിൻ്റാണ് ക്രേസി ഗോപാലൻ. പക്ഷെ ആ മൊമെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശരിക്കും പറയാം, നിങ്ങൾ തമ്മിൽ അടിച്ച് പൊളിച്ച സിനിമ മുഴുവൻ അല്ലേ? 100 ദിവസം 100 ദിവസത്തിന് മുകളിൽ പോയി എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ 75 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു സക്സസ് പാർട്ടി ഒന്നും വെച്ചില്ല. ബിക്കോസ് അതിൻ്റെ പ്രൊഡ്യൂസറിന് വളരെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു. പണ്ട് ഈ ഹോൾഡ് ഓവർ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഇപ്പോൾ ഈ സിനിമ 88-ാം ദിവസം ഓടുമ്പം ഒരു ദിവസം ഹോൾഡ് ഓവർ, 88-ാം ദിവസം ഏതോ ഒരു ഷോ ഹോൾഡ് ഓവർ ആയിരുന്നു, അങ്ങനെ എന്തോ ഒരു കണക്കാണ്. അപ്പം സാധാരണ പണ്ട് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അത് കണ്ടിന്യൂ. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ സിനിമ 88 ദിവസം ഹോൾഡ് ഓവർ ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ വെച്ച് പടം നിർത്തുക. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ പടം കണ്ടിന്യൂ ചെയ്തു, അത് എത്ര ദിവസം പോയി. അതുകൊണ്ട്
ഒരു ചെറിയൊരു ഇതിൽ സക്സസ് അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം ഞാനും ഇതിൻ്റെ സക്സസ് എനിക്കത് മാനസികമായിട്ടത് വലിയ താല്പര്യമില്ലാതെ 88 ദിവസം എന്നുള്ള എൻ്റെ മൈൻഡിലേക്ക് ഇതായി. അപ്പം എവിടെയോ ചമ്പിളിച്ചിട്ടൻ ജഗദീഷ് ശ്രീകുമാർ എന്നെ കണ്ടു പറഞ്ഞു, ദീപു ആ പ്രൊഡ്യൂസർ എന്തോ പറയട്ടെ, നമ്മളത് 100 ദിവസം ആഘോഷിക്കണം. കാരണം ദീപുവിൻ്റെ ലൈഫിൽ ഒരു വലിയ പോയിന്റാണ്. ഞാൻ പക്ഷേ പുള്ളിക്കാരെന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ 100 ദിവസം വേണമായിരുന്നു എനിക്ക് തോന്നുന്നു. അത് നിർബന്ധം പിടിച്ചായിരുന്നു ഉറപ്പായിട്ട് ഉറപ്പായിട്ടും നടക്കും അല്ലേ? അതിപ്പോഴും തീരാത്ത വേദന